കളഞ്ഞ്. എന്റെ അമ്മോ, ഞാൻ കൊണ്ടുപോയി. എവിടെ കൊണ്ട് കളഞ്ഞു? ആ മുക്കുരുത്തി മലയുടെ മോളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോടി. എടാ മഹാഭാവി, ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ചത്ത നഖം പോലും ബാക്കിയിട്ടില്ല. അതെ സെന്റിമെന്റ്സ് കാണിക്കില്ലേ? നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഈ കടുങ്ക ചെയ്ത്. എന്നിട്ട് സഹതാപം പറഞ്ഞ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞു. ഇടി വെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. ആ എല്ലാം ഒന്ന് തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കുക. ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കണം ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തിപ്പണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല ഞാൻ അങ്ങ് അടിച്ചു തീർത്തു. എവിടെങ്കിലും പോയി തോലട്ടെ ശവം. മനുഷ്യന് മനസ്സമാധാനമായിട്ട് എപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്? അത് വേണ്ട. പിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യാ, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്രം. എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ഇതിൽ 6 പൊറോട്ടയുണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട ഇരിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാന്ന്. എടാ എച്ച് എന്നും എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ. അയ്യോ, മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന കൂടെ. ഇത് മുനുസ്വാമി അല്ല. അയ്യോ അല്ലേ? എന്നാ ഇതായിരിക്കും. കളറ് പടവും പതിഞ്ഞിരിക്കണല്ലേ. കോട് ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? അയ്യോ എടി വെക്കടി അവിടെ. അയ്യോ, ഞാൻ ഇടാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്. ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാട് എന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ? ഇന്ന് രാത്രിയോടെ സഹിക്കാൻ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. അത് എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റിക്കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി. പ്രശ്നമുണ്ട്. കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേണ്ടേ? പ്ലീസ്. അവൾ ഉറക്കി വല്ല കഴിക്കണ്ടേ? നല്ല എരി. വാ ഇങ്ങ് വാ. കൊച്ചു ബാക്കിയുണ്ട്. കുരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കോഴി ഉണ്ടെന്ന്. ഈ കുരങ്ങിന് എപ്പോഴും നുണയെ പറയൂ. എടി മൂദേവി, ഞാൻ കുരങ്ങനല്ലടി, ചിമ്പൻസിയാണ്. ചിമ്പൻസി. അതിന് കലി വന്ന് എന്തൊക്കെ ചെയ്യുമെന്നറിയോ? കടിക്കും, മാന്തം, പിച്ച് ചെന്ന് കീറും. എന്നെ വിടറാ. അയ്യോ, എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ട് അവിടുന്ന് പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും. മിക്കവാറും ഞാനിന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തി ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അത് തീർത്തോളും. ഈ നിമിഷം നീ എവളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴ്ത്തപ്പോ? ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. നീ എന്നൂടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട. നീ ഇവിടുന്ന് ഇറങ്ങണോ അതോ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ?
നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ ഇതിനെ. ഇറങ്ങ്. ഇറങ്ങാൻ. ഇറങ്ങണേ. പോടാ കോഴിക്കള്ള. അയ്യോ വിളിച്ചോണ്ട് പോടാ ഈ മർക്കണത്തിന്. പോടി പോടി. എന്നെ ഇട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഒരല്പം ദയ കാണിക്കണം. പാതിരാത്രിയിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടെ കൂടെ നടന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇതുവരെ സമ്പാദിച്ചാൽ ഒരല്പം മാന്യത മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അതുകൂടി ഇല്ലാതാക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്റെ കാല് പിടിക്കുന്നതൊക്കെ കൊള്ളാം, നന്നായിട്ട് ഞെക്കണം. എനിക്ക് കാല് കഴിക്കുന്നു. കാല് വലിച്ചു. അയ്യോ എനിക്ക് നോവില്ലേ? എന്ത് വന്നാലും ശരി, നാളെ രാവിലെ ഈ വണ്ടി ഇവിടുന്ന് പോകുമ്പോ നിന്റെ ആക്രി പെട്ടി ഇതിനകത്ത് എടുത്തിട്ട് നിന്നെ ഇതിൽ കയറ്റിയിരുത്തും. അതിൽ നിന്നെങ്ങാനും പുറത്തിറങ്ങിയ ഈ ട്രെയിനിന് മുമ്പിൽ തല വെച്ച് ഞാൻ ചാവും. എന്തായാലും ഇതിന്റെ അവസാനം കണ്ടേ തീരൂ. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. എന്റെ അമ്മയാണ് സത്യം. രണ്ടിലൊന്ന് തീരുമാനിക്കും ഞാൻ. ഇവിടെങ്കിലും കാണണേ. ഒന്നുണ്ട്. എന്റെ അമ്മ മറ്റതുണ്ട്. അളിയ 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 ഞാൻ പറയുന്നൊന്ന് കേക്ക്. അളിയ അളിയ തൊട്ടുപോലെ തന്നെ. അളി ഇന്നലെ വിശപ്പുണ്ട്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്തൊക്കെ? നീ ക്ഷമി. ചട്ടിയും കലോ ആവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. എനിക്കൊരു 50 രൂപ. എന്തിന്? ഞാൻ ഗോകർണത്തോ കോയമ്പത്തൂരോ എവിടെയെങ്കിലും പോയി എച്ചിലെടുത്തോ ചുവടെടുത്തോ ജീവിച്ചോളാം. തങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയാതെ ഈ ശവം ഇവിടുന്ന് പോയി കിട്ടും. നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. അവിടെ പറയടേ, അവൾ ഉണരും. അതിനു മുമ്പ് എനിക്ക് പോണം. നീ ചുമ്മാ ഇരി. അവൾ ഇനി ഉണർന്നില്ലേ? മോളെ നീ എന്താ നന്ദി, എന്റെ മോളെ ചാച്ചു വന്നോ? ചുഞ്ചിരി മോളെ. എനിക്ക് പണ്ടാരം വാ വിളിച്ചു തുടങ്ങി. നീ നിക്കടാ. ആവുമല്ലേ മോളു? നമ്മുടെ കുട്ടിയല്ലേടാ. വാടാ കുട്ടി. എന്തോന്ന് പറ്റിയടേ? എനിക്ക് വിശക്കുന്നു. എന്നെ അറിയുവോ? കൊരങ്ങൻ. ഈ കൊരങ്ങൻ മോക്കുന്ന് വയറ് നിറച്ച് അപ്പോ മുട്ടയും പൊറോട്ടയും കോഴിക്കറിയും ഇഡ്ഡലിയും മുളകുപൊടി ദോശയും ചമ്മന്തിയും ഇടിയപ്പോ ഉരുളക്കിഴങ്ങും ഒക്കെ മേടിച്ചു തരാം. എന്റെ ഉദ്ദേശം എന്താണ്? ഈ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. മോള് വന്നേ. മോള് വാ. ഇഡ്ഡലിയും ബജ്ജി സാമ്പാർ. മോൾ എന്ത് വേണേലും തിന്നോ. വേണേ കട മുഴുവൻ മേടിച്ചു തിന്നോ. എന്നോട് ബജ്ജി. അയ്യോ ചിന്ന കൊയന്തവും ബജ്ജി മേലെ കൈ വെച്ചിട്ട് ഗലാട്ടയാ. വേണ്ട ഉനക്ക് 10 ബജ്ജി വാങ്ങി തറയാ. ഒന്നുമില്ല. വാ ഇത് അതവിടെ തിന്നോളൂ. ഇത് ഇന്നലെ ഞാൻ സ്മാള് പൊഞ്ഞുകൊണ്ടുവന്ന പേപ്പറാണ്. 20 വയസ്സ് ഇളം പെണ്ണെ കാണവില്ലേ? ഇത് അവളല്ലേ? പ്രാന്താശുപത്രി പുറത്ത് ചാടിയതാ. പിടിച്ചു കൊടുത്താ 15,000 രൂപ കിട്ടും. ഇത് 10 ദിവസത്തിന് മുമ്പുള്ള പേപ്പറാ. ഇത് 3 ദിവസത്തിന് മുമ്പുള്ള പേപ്പറാ. ഇതിൽ 25,000 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയാ. നമുക്ക് പിടിച്ചു കൊടുക്കാതെ. പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലരുത് എന്ന് വെച്ചാ ഒരു 10 ദിവസം എവിടെ നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. റേറ്റ് കൂടും ഉറപ്പാ.
ഇപ്പൊ കിട്ടുന്നതിന്റെ ഡബിള് കിട്ടിയതിരിക്കും. എടാ 10 ദിവസം ഇതിനെ മേയ്ക്കാനോ? ഇതിനാര് ചെലവിന് കൊടുക്കും? ചെലവിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ട. എടേ നീ നടക്കുന്ന കാര്യമല്ല പറ. നടന്നില്ലേ നമ്മൾ നടത്തിയിരിക്കും. ഇപ്പൊ സ്വല്പം കഷ്ടപ്പെട്ട നമ്മുടെ കഷ്ടപ്പാട് എന്നേക്കുമായി തീരും. ദാടാ വന്നു കയറിയ മഹാലക്ഷ്മി നീ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാടാ. പ്ലീസ് ജോജി പ്ലീസ്. കൈകൊട് കൈകൊട്. തന്നെ പിന്നെ തന്നെ പിന്നെ ഈ തവള് തന്നെ പിന്നെ